നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് ഇറാനിലേക്ക് തന്നെയാണ്. ഇറാനിലേക്ക് ഇപ്പോൾ റഷ്യ 1.8 ടൺ സ്വർണമാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അതായത് ഇറാൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സ്വർണത്തിൻ്റെ ഏകദേശ വില എന്ന് പറയുന്നത് $104 മില്യൺ. ഇറാൻ്റെ തന്നെ ഏറ്റവും ശക്തമായ ഡ്രോൺ ആയിട്ടുള്ള ഷാഹിദ് ഖാമാക്കാസി ഡ്രോണുകളാണ് ഇപ്പോൾ ഇറാൻ റഷ്യയ്ക്ക് നൽകിയിരിക്കുന്നത്. അതായത് റഷ്യ ഇറാന് സ്വർണം കൊടുക്കുമ്പോൾ ഇറാൻ അതിന് പ്രതിഫലമായിട്ട് റഷ്യയ്ക്ക് ഈ ഡ്രോണുകളാണ് നൽകുന്നത്. ഗോൾഡിലൂടെയുള്ള ഒരു ട്രാൻസാക്ഷൻ ആയതിനാൽ തന്നെ US-ന്റെ സാങ്ഷൻസിലൊന്നും പെടാതിരിക്കാനും റഷ്യയ്ക്ക് ഈ ഒരു മാർഗത്തിലൂടെ സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ ലോകശക്തിയായിട്ടുള്ള റഷ്യ പോലും ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇറാൻ്റെ ടെക്നോളജിയാണ്. അതായത് ഈ ഷാഹിദ് ഡ്രോണുകൾ അത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുണ്ട്. അതായത് യുദ്ധകാലത്ത് ഇത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന രീതിയിലാണ് വിലയിരുത്തലുകൾ വരുന്നത്. നമുക്കറിയാം, ഇറാനും റഷ്യയും തമ്മിൽ നല്ല രീതിയിലുള്ളൊരു ബന്ധം പുലർത്തുന്ന ഒരു രാജ്യം തന്നെയാണ്. അതായത് റഷ്യയ്ക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇറാൻ അവിടെ സപ്പോർട്ടുമായി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഭീഷണികൾ അത് ഇറാനിലേക്ക് വന്നപ്പോൾ അതിനെതിരെ നിലപാടെടുത്ത രാജ്യം തന്നെയാണ് റഷ്യ. ഈ ഒരു വാർത്ത, അതായത് ഇപ്പോൾ റഷ്യ പോലൊരു രാജ്യവും ഇതിനു മുമ്പ് തന്നെ അവർ ഇറാൻ്റെ ടെക്നോളജികൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇറാൻ്റെ യുദ്ധോപകരണങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു വാർത്ത വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലും തുടങ്ങിയ രാജ്യങ്ങളൊന്നും ഇറാനുമായിട്ട് നേരിട്ടൊരു ഏറ്റുമുട്ടലിന് തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഈ നൽകിയിരിക്കുന്ന ഈ വാർത്ത തന്നെ. അതായത് സൈനിക ശേഷി കുറഞ്ഞ രാജ്യങ്ങളുമായി ഏറ്റുമുട്ടുന്നത് പോലെയല്ല സ്വന്തമായി ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന, അതും മിലിറ്ററി പരമായി തന്നെ വളരെയധികം ശക്തി ആർജിച്ച ഒരു രാജ്യത്തിനെതിരെ ഏറ്റുമുട്ടുന്നത് എന്ന് ഈ ഒരു രാജ്യങ്ങൾക്ക്, അതായത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും വ്യക്തമായി തന്നെ അറിയാം. അതിനാൽ തന്നെയാണ് ഭീഷണികൾ മുഴക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നമുക്ക് നിരവധി ഭീഷണികളാണ് ഇറാന് നേരെ പ്രയോഗിച്ചത്. എന്നാൽ ഇവരാരും ഈ ഒരു പ്രസ്താവനകൾ, അതായത് ഈ ഒരു ഭീഷണിയല്ലാതെ നേരിട്ടൊരു ഏറ്റുമുട്ടലിലേക്ക് പോകാത്തതിൻ്റെ കാരണമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വാർത്തകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു വാർത്ത വരുന്നത് ഇസ്രയേലി വനിതകളെ ഇനി ഫൈറ്റർ ജെറ്റുകൾ പറത്തുന്നതിൽ നിന്ന് ബാൻ ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഇസ്രയേലിൻ്റെ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യമൊന്നും ഇതിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ബാക്കി വല്ലോ രാജ്യത്ത് വല്ലോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് വൻ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം എല്ലാം തന്നെ ഇതിന് കിട്ടിയേനെ. നിരവധി വിമർശനങ്ങളും അതുപോലെ തന്നെ നിരവധി ചർച്ചകളും ഇതിൻ്റെ പേരിൽ തന്നെ ഒരുപക്ഷെ ഉണ്ടായേനെ. ഇതിപ്പോൾ ഇസ്രയേലിൽ നിന്ന് വരുന്നൊരു വാർത്തയായതുകൊണ്ട് തന്നെ അത്ര പ്രാധാന്യത്തോടെ ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണുന്നില്ല. അമേരിക്കയുടെ തന്നെ ഡിഫൻസ് മിനിസ്റ്ററും ഇപ്പോൾ ഈ ഒരു വാർത്ത ഷെയർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന രീതിയിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അതിനിടെ ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ അവർക്കുണ്ടായിരിക്കുന്നത്. 3 ഇസ്രയേലി സൈനികരാണ് ഇപ്പോൾ ഒരു ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഹമാസിൻ്റെ പരാജയത്തിനും അതുപോലെ തന്നെ ബന്ധിമോചനത്തിനും വേണ്ടിയിട്ടാണ് ഈ 3 പേരും പ്രവർത്തിച്ചത് എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ഈ ഒരു മരണത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഇസ്രായേൽ പറയുന്നത് ഗസയിൽ പോരാട്ടം കടുപ്പിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇതുപോലുള്ള നിരവധി തിരിച്ചടികളാണ് ഇസ്രായേലി സേനയ്ക്ക് ഓരോ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകളും വരുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത വരുന്നത് ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി അദ്ദേഹം ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ്. അതായത് ട്രംപിൻ്റെ ആണവ കരാർ അത് റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം. ട്രംപിൻ്റെ ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇറാൻ്റെ ഇൻട്രസ്റ്റിന്, ഇറാൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ളതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും അമേരിക്കയുടെ അനുവാദത്തിനായിട്ട് കാത്തു കെട്ടിക്കിടക്കുന്ന ഒരു രാജ്യമല്ല എന്നാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നട്ടെല്ല് വളയ്ക്കാതെ ഇറാൻ തങ്ങളുടെ കാര്യങ്ങൾ, അത് അമേരിക്കയായാലും ഏത് രാജ്യമായാലും അവർ വ്യക്തമായി തന്നെ പറയുന്നു. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, എത്ര രാജ്യങ്ങൾക്ക് ഇത്തരം രീതിയിൽ, അതായത് അമേരിക്കയോട് നേർക്ക് നേർ നിന്ന് ഇത്തരം കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട് എന്ന കാര്യമാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. പല വൻ ശക്തികളും അമേരിക്ക പറയുന്നത് കേട്ട് ആ ഒരു ചൊൽപ്പടിക്ക് പോകുമ്പോഴാണ് ഇറാൻ പോലൊരു രാജ്യം, അത് മുമ്പിൽ നിൽക്കുന്നത് ആരായാലും ശരി, അതായത് ലോകശക്തി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്ക ആയാലും ശരി, അവർ പറയാനുള്ള കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് സുവ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കും.